നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഷൈനിയുടെ വിഷയം തന്നെയാണ്. ഷൈനിയുടെ ഭർത്താവ് നോബി ഒരു നാർസിസ്റ്റാണ് എന്നത് സംബന്ധിച്ച് ഞങ്ങളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും അതനുബന്ധിച്ച് ധാരാളം ഫോൺ കോളുകൾ ഞങ്ങൾക്ക് വരികയുണ്ടായി, ധാരാളം മെസ്സേജുകൾ, ലെറ്ററുകൾ ഒക്കെ വരികയുണ്ടായി. അതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിൽ തട്ടിയൊരു ലെറ്ററാണ് ഞങ്ങൾ വായിക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് നോബി മാത്രമല്ല, അവരുടെ വീട്ടുകാരെല്ലാം തന്നെ നാർസിസ്റ്റ് ചിന്താഗതിക്കാരാണ് എന്നാണ്. അതായത് ആ കുടുംബത്തോട് വളരെ അടുത്ത ഒരു സ്ത്രീയാണ്. അവരവരുടെ പേരും ഫോട്ടോകളും ഒന്നും ശബ്ദമോ ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് അവരിത് ലെറ്ററായിട്ട് തന്നെ ഞങ്ങൾക്ക് അയച്ചത്. ഏതായാലും ആ ലെറ്റർ വായിക്കുകയാണ്. നിങ്ങൾ ഈ ലെറ്റർ തീർച്ചയായിട്ടും കേൾക്കണം. സാധാരണ ലെറ്റർ വായിക്കുന്നത് പോലെ നിങ്ങൾ ആ ലെറ്ററിലേക്ക് കേൾക്കണ്ട എന്ന് വെക്കണ്ട. അതുകൊണ്ട് ഞാൻ ഈ ലെറ്ററിലേക്ക് കടക്കുകയാണ്. ആ വീട്ടമ്മ എഴുതിയ ലെറ്റർ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കാൻ കേരളീയം ന്യൂസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ചാനലിൽ വന്ന വീഡിയോ കണ്ടു. ഷൈനി അനുഭവിച്ചത് നാർസിസവുമായി ബന്ധപ്പെട്ട പീഡനമാണ് എന്ന് ഒരു ചാനലെങ്കിലും കണ്ടെത്തിയത് വളരെയധികം അഭിനന്ദനാർഹമാണ്. നാർസിസത്തെക്കുറിച്ച് സൈക്കോളജിസ്റ്റുകൾ ധാരാളം വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോസിനെയും താഴെ വരുന്ന കമൻസ് നോക്കിയാൽ മനസ്സിലാകും ഈ കേരളത്തിൽ തന്നെ എത്രത്തോളം ഇരകളുണ്ടെന്ന്. ഷൈനി അത്തരത്തിൽ ഒരാളാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ ഇത് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നവർ വളരെ വിരളമാണ്. സൈക്കോളജിസ്റ്റുകൾക്കും മറ്റ് ഇരകൾക്കും മാത്രം പെട്ടെന്ന് ഇത് മനസ്സിലാകും. കോവിഡ് കാലത്ത് കോവിഡിനെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു പൊതു അവബോധം നൽകിയതുപോലെ തന്നെ നാർസിസത്തെക്കുറിച്ചും ഒരു അവബോധം ലഭിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് പേർ ഇതേ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുന്നവരും എന്നാൽ ഇതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കാത്തവരുമാണ്. നോബിയുടെ കുടുംബവിശേഷങ്ങൾ വിരൽ ചൂണ്ടുന്നത് നാർസിസം എന്ന വ്യക്തി വൈകല്യത്തെയാണ്. നാർസിസത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നാർസിസ്റ്റ് കുടുംബത്തിലെ എല്ലാവരും അതേ സ്വഭാവം കാണിക്കും. ഭാര്യയെ രാത്രിയിൽ പുറത്തിറക്കി കതകടയ്ക്കുന്ന, വാതുറന്നാൽ തെറി പറയുന്ന ബോബിച്ചായനും, ഭാര്യയെ ദേഹോപദ്രവവും മാനസിക ഉപദ്രവവും ഏൽപ്പിക്കുന്ന നോബിയും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ വഷളാക്കുന്ന ബോബിയും, അതിർത്തി തർക്കങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന സിബിയും, ഡിവോഴ്സ് നേടിയ പെങ്ങൾ ജൂബിയും ഇതേ ഡിസോർഡർ ഉള്ളവരായിരിക്കും എന്നത് തീർച്ചയാണ്. ഭൂമി കയ്യേറ്റങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്ക് കേസ് കൊടുക്കൽ, പങ്കാളിയെ അടിമയായി കാണുന്നത്, സംശയരോഗം തുടങ്ങി നാർസിസ്റ്റ് ലക്ഷണങ്ങൾ എല്ലാം ഇവർക്കുണ്ട്. എത്ര ചികിത്സിച്ചാലും കൗൺസിലിംഗ് കൊടുത്താലും എട്ടും ഇതേ വഴിയെ തന്നെ വരും. അത് ജന്മന ലഭിക്കുന്ന വൈകല്യമാണ്. പ്രിയ കേരളീയം ന്യൂസ്, ഇതേക്കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ എടുക്കണം. നോബിയെ 100% അനുകൂലിക്കുകയും ഷൈനിയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും കഴിവുകെട്ടവളും ഒരു നല്ല ഭാര്യയെ ആയിരിക്കാൻ സാധിക്കാത്തവളും മാനസിക രോഗമുള്ളവളുമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികൾ, അതായത് മറ്റ് നാർസിസ്റ്റ് ഭർത്താക്കന്മാരെ കുറിച്ചാണ് അവർ പറയുന്നത്, ഇവിടെയുണ്ട്. അതേപോലെ ഷൈനി അന്തസ്സുള്ളവളാണെന്നും ഷൈനിയെപ്പോലെ മക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പറയുന്നവരും ഇവിടെയുണ്ട്. ജോമോൻ ഒരു ഉദാഹരണം മാത്രമാണ്. ഇവരെ പോലുള്ളവർക്ക് വേണ്ടി നാളെ മറ്റൊരു ഷൈനി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഒരു പൊതുജന അവബോധം ഉണ്ടാക്കാൻ കേരളീയം ന്യൂസിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷൈനിയുടെ അവസ്ഥ ഒരു സൈക്കോളജിസ്റ്റ് പറയുമ്പോൾ അതിന് കൂടുതൽ ആധികാരികത ഉണ്ടാവും. ഞാനൊരു സൈക്കോളജിസ്റ്റോ ഡോക്ടറോ അല്ല. പക്ഷേ എൻ്റെ അടുത്ത ബന്ധു ഇതേപോലെ ഒരു കുടുംബത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അനുഭവങ്ങൾ അവളെ പഠിപ്പിച്ചതാണ്. തങ്ങൾ നാർസിസ്റ്റുകൾ ആണെന്ന് ഇക്കൂട്ടർ ഒരു കാലത്തും അംഗീകരിക്കില്ല. അവർ മാറാനും പോകുന്നില്ല. അടുത്ത തലമുറയെയും അതേ വഴിയെ വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇങ്ങനെ ഒരു വൈകല്യത്തെപ്പറ്റി അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് താനും. ഇതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മിക്കവാറും ഇരയാകുന്നത് പങ്കാളിയാവും. അവരും ഇത് മനസ്സിലാക്കാതെ നരകിച്ച് ജീവിക്കും. ഡിവോഴ്സ് നേടിയാലും സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കാത്ത കൂട്ടരാണ് ഇവർ. ദേഹോപദ്രവത്തെക്കാൾ മാനസിക ഉപദ്രവമാണ് ഇവർ ഏൽപ്പിക്കുക. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള എമ്പതി എന്ന കഴിവ് നാർസിസ്റ്റുകൾക്ക് തീരെയില്ല. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കൂ. സമൂഹത്തിൽ മാന്യനാവാൻ പരമാവധി ശ്രമിക്കും. പങ്കാളിയെ കുടുംബത്തിൽ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് എല്ലാവരെ കൊണ്ടും വെറുപ്പിക്കും. ദുരഭിമാനം വളരെ കൂടുതലായിരിക്കും. എത്ര അടുപ്പമുള്ളവരോടും നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കും. പോലീസ് സ്റ്റേഷൻ തറവാട് പോലെയാണ്. ഉന്നതരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കും. നല്ല പിള്ള ചമഞ്ഞ് വേണ്ടപ്പെട്ടവരെ വരുതിയിലാക്കും. തങ്ങൾക്ക് പ്രയോജനമുള്ളവരെ അവർ സഹായിക്കും.
പിന്നീട് ആവശ്യം വരുമ്പോൾ സഹായിച്ച കണക്കുകൾ പറയും. അങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. പാവം ഷൈനിയും മക്കളും അവർ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കൂട്ട ആത്മഹത്യയിലൂടെ ഷൈനി തോറ്റതല്ല, ജയിക്കാൻ പോകുകയാണ്. നോബിയുടെയും കുടുംബത്തിൻ്റെയും ക്രൂരതകൾ എല്ലാം മറന്നീക്കി പുറത്തു വരട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹം. നോബിയുടെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം, കേസിൻ്റെ ഗൗരവം കുറയ്ക്കാൻ കൊടുത്ത 25 ലക്ഷം. ആ 25 ലക്ഷം ആർക്കാണ് കൊടുത്തതെന്ന് അറിയില്ല. കേസിന് വേണ്ടി മുടക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അത് കൃത്യമായി അറിയാവുന്ന ഒരു സ്ത്രീയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അനധികൃത ഭൂമി കയ്യേറ്റം, അനുവുമായിട്ടുള്ള മദ്യപാന ലഹരി കൂട്ടുകെട്ട്, കുടുംബശ്രീ കേസ്, ലിജോ സിബി കേസ്, ജോലിക്കായി സിബി 25 ലക്ഷം കൈക്കൂലി കൊടുത്തത്, അല്ലെങ്കിൽ കൈക്കൂലിക്കെന്നും പറഞ്ഞ് നോബിയെ പറ്റിച്ചു വാങ്ങിയത്, അങ്ങനെ നീളുന്നു. ഇനിയും പുറത്തു വരാത്ത ക്രൂരതകൾ വേറെ. പക്ഷേ കുടുംബശ്രീയുടെ കടം പിരിവിട്ട് വീട്ടേണ്ടി വന്ന അവസ്ഥ കണ്ട് ഷൈനിയുടെ ആത്മാവ് വേദനിക്കുന്നുണ്ടാവും തീർച്ച. ഭാര്യയെയും മക്കളെയും കുടുംബക്കല്ലറയിൽ അടയ്ക്കാൻ കാണിച്ച ആർജവും എന്തേ കറണ്ട് എന്ന കാര്യത്തിൽ ഈ കുടുംബത്തിന് ഇല്ലാതെ പോയത്. മകളെ ചേർത്ത് നിർത്തിയില്ലെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന ജോലി കൂടി കളയിച്ച ദുരഭിമാനിയായ പിതാവും കുറ്റക്കാരൻ തന്നെയാണ്. പെൺമക്കൾ ജനിക്കുന്നത് ഭാരവും നഷ്ടവുമായി കാണുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. പങ്കാളിയെ കൊണ്ട് തോറ്റ് ഡിവോഴ്സും വാങ്ങി വീട്ടിലിരിക്കുന്ന പെൺമക്കളെ അല്ലെങ്കിൽ സഹോദരിമാരെ സ്വന്തം കാലിൽ നിൽക്കാനാകുന്നതുവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സഹാനുഭൂതി സ്വന്തം കുടുംബം കാണിക്കേണ്ടതായിരുന്നു. ഷൈനിയുടെ വേണ്ടപ്പെട്ടവരായ എല്ലാവരും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആര് ചോദ്യം ചെയ്യാൻ? ഷൈനിയുടെ ഫോൺ ഒളിപ്പിച്ചെങ്കിൽ അതിന് കാരണം അതിലെന്തൊക്കെയോ ഉണ്ടായിരുന്നുവെന്നല്ലേ. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മുങ്ങിയ ഫോൺ പതുക്കെ പൊങ്ങി വന്നു. ഈ അവസ്ഥയിൽ ഷൈനി ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നെങ്കിൽ തന്നെ അതിൻ്റെ പൊടി പോലും കിട്ടുമായിരുന്നില്ല. ബ്ലഡ് മണിയുടെ പങ്ക് പറ്റിയവർ കിട്ടിയ അവസരം മുതലാക്കി എന്ന് വേണം കരുതാൻ. കേരളത്തിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. ഇവിടെ പോലീസ് അന്വേഷണം പോരാ, അച്ഛൻ്റെയോ സഭയുടെയോ ഇടപെടലിന് സാധ്യതയുണ്ട്. ഭൂമി കയ്യേറ്റവും ലഹരി ബന്ധവും ഒക്കെ മുക്കിക്കളയും. CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചാണ് നല്ലത്. അഭയ കേസിൽ കുറ്റക്കാരായിരുന്ന വൈദികനെയും കന്യാസ്ത്രീയെയും അന്നേ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ സഭ ഇത്രയധികം നാറില്ലായിരുന്നു. മുടക്കിയ കോടികളെല്ലാം വെറുതെ ആയില്ലേ? ഈ പാഠം ഉൾക്കൊള്ളാതെ ഇനിയും ബോബിയെ സംരക്ഷിക്കുന്ന സഭ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമല്ലേ? നീതിമാനാണെങ്കിൽ നോബി എന്തിന് ഒളിച്ചിരിക്കണം? വിശ്വാസികളുടെ ഉള്ള വിശ്വാസം കൂടി സഭ തകർക്കാതിരുന്നാൽ നന്ന്. സഭയെ സംബന്ധിച്ചിടത്തോളം ഷൈനിയും മക്കളും 2 ലക്ഷത്തിൽപ്പെടുന്ന 3 പേർ മാത്രമാണ്. എന്നാൽ ബോബിയാകട്ടെ 200-ൽ ഒരാളും. സംരക്ഷിക്കാതെ പറ്റുമോ? അതും ഫ്രീ ആയിട്ട് നിയമോപദേശം തരാൻ പറ്റുന്നതും കുരുട്ടുബുദ്ധി ആവോളമുള്ളതുമായ ഒരാൾ. പോലീസ് നീക്കങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഇദ്ദേഹത്തിന് എപ്പോഴും ഒരു മുഴം മുൻപേ എറിയാൻ പറ്റില്ലേ? ഇനി നാട്ടുകാരെല്ലാവരും കൂടി ഒരു നിവേദനം എഴുതി അതിരൂപതയ്ക്ക് നൽകാമെന്ന് വെച്ചാൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നാവും അവരുടെ മറുപടി. സഭയ്ക്ക് പരാതിയും നിവേദനവും ഒന്നും വേണ്ട, ജനങ്ങളുടെ സ്വോത്ര കാഴ്ചയും സംഭാവനയും മാത്രം മതി. ഷൈനിയെപ്പോലെ ജോലിക്കായി ബുദ്ധിമുട്ടുന്നവർക്കായി സഭ ഒരു പോർട്ടലുണ്ടാക്കിയതായി വാർത്ത കണ്ടു. ജോലി മാത്രം പോരാ, കുട്ടികൾക്കുള്ള ഹോസ്റ്റലും പ്രായമായവർക്കുള്ള ഓൾഡ് ഏജ് ഹോമും വീട്ടുപണിക്ക് ബംഗാളിയും ഉണ്ടെങ്കിലേ ഒരാൾക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റൂ. പക്ഷേ ഭാര്യ എന്ന ജോലിയാണെങ്കിൽ ഇതിനെല്ലാം കൂടി ഒരാൾ മതി. നേഴ്സായും ട്യൂഷൻ ടീച്ചറായും പറമ്പിലെ പണികൾക്കും എന്തിന് കുടുംബത്തിന് വേണ്ടി ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഷൈനിയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു കുടുംബങ്ങളിൽ ഇതിനെല്ലാം പുറമെ ജോലിക്കും പോയി കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത കൂടി ഉറപ്പാക്കാൻ അവൾ തന്നെ ഇറങ്ങണം. ജോലിസ്ഥലത്തെ മാനസിക പീഡനങ്ങൾ വേറെ. ഷൈനിയെ മർദ്ദിക്കുന്നത് കോട്ടയത്തു നിന്നുള്ള ഒരു ബന്ധു നേരിട്ട് കണ്ടിട്ടും ആ വീട്ടിലുണ്ടായിരുന്ന അമ്മായിയമ്മ അറിഞ്ഞതേയില്ല. ചാനലുകാർ ചോദിച്ചാൽ ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞോളാൻ വക്കീലായ മകനായിരിക്കും ഉപദേശിച്ചത്. ഉത്തരം മുട്ടുമ്പോൾ തലകറക്കം അഭിനയിക്കാൻ പ്രത്യേകം ഉപദേശമൊന്നും വേണ്ടല്ലോ. തേങ്ങ തെങ്ങിലല്ലേ ഉണ്ടാകൂ. എല്ലാവരും എല്ലാറ്റിനും കൂട്ടുനിന്നിട്ട് ഇപ്പോൾ നോബിയെ മാത്രം വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ളവർ പതുങ്ങിയിരിക്കുകയാണ്. ബോബി തെറ്റുകാരനല്ല എന്നല്ല, നോബിയോടൊപ്പം തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും അഴിയണം എന്നാണ് ഉദ്ദേശിച്ചത്. ആ കുടുംബത്തെപ്പറ്റി നല്ലത് പറയാൻ ആ കുടുംബത്തിൽ പോലും ഒരാളില്ല. ഗാർഹിക പീഡനം, ഭൂമി കയ്യേറ്റം, ലഹരി ബന്ധം തുടങ്ങി എല്ലാ മേഖലകളിലും ഒരേപോലെ അന്വേഷണം എത്തണം. എല്ലാം മുക്കിക്കാനും ആളുകളുണ്ട്. കാശ് കിട്ടിയാൽ ആർക്കെങ്കിലും കഴിക്കുമോ?
ഇവിടെ എന്ത് നടക്കും എന്ത് നടക്കില്ല എന്ന് ബോബി വക്കീലിന് അറിയാതിരിക്കില്ലല്ലോ. വക്കീൽ കോട്ടിനേക്കാളും ബഹുമാനം ലോഹയ്ക്കുണ്ടെന്ന് സഭയ്ക്ക് നന്നായി അറിയാം. ഉള്ള ബഹുമാനം കളഞ്ഞു കുളിക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി സിബിയുടെ ഭാര്യയും മക്കളും കൂടി ട്രെയിനിന് മുന്നിൽ നിന്നാലേ വേണ്ടപ്പെട്ടവരുടെ കണ്ണു തുറക്കത്തുള്ളൂ, അതോ എഡ്വിൻ വിചാരിക്കണോ? ഫാദർ ബോബി ഒരു MSW കാരനാണ്, സൈക്കോളജി പഠിച്ച ആളാണ്. തീർച്ചയായും നാർസിസം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ തൻ്റേതൊരു നാർസിസ്റ്റ് കുടുംബമാണെന്ന് മനസ്സിലാക്കുകയോ മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കുകയോ ചെയ്യില്ല. വക്കീലിൻ്റെ ബാഡ്ജ് കൂടുതൽ ധൈര്യം പകരും. ഇത് വിളിച്ചു പറയുന്നവർക്കെതിരെ മാനഹാനിക്ക് കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പേര് വെളിപ്പെടുത്താനോ ക്യാമറയ്ക്ക് മുന്നിൽ വരാനോ താല്പര്യമില്ല. ഇപ്പോൾ നോബിയെ മാത്രം കുറ്റക്കാരനാക്കി ബാക്കി കുടുംബ അംഗങ്ങൾ രക്ഷപ്പെടുകയാണ്. ഇനി ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ തങ്ങൾ നിരപരാധികളാണെന്നാണ് അവർ സ്വയം വിശ്വസിക്കുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവർ നന്നാവാൻ പോകുന്നില്ല. 12 കാലം കുഴലിലിട്ടാലും നേരെയാകാത്ത വാലിൻ്റെ കാര്യം പോലെ കുറച്ച് കഴിയുമ്പോൾ ആളുകളെല്ലാം മറക്കും. പുതിയ വാർത്തകൾക്ക് പുറകെ പായും. അഭയ കേസിൽ ജോമൻ പുത്തമ്പുരക്കൽ നടത്തിയ പോരാട്ടം പോലെ ഒരായുസ് മുഴുവൻ ബലി കഴിക്കാൻ ദൈവം ആരെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകുമോ എന്തോ. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ കേരളീയം ന്യൂസ് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഇതാണ് അവർ ഞങ്ങൾക്ക് എഴുതിയ ലെറ്റർ. എന്തായാലും വളരെ ഹൃദയഭേദകമാണ്. കൃത്യമായി നോബി അതിനകത്ത് ഇവർക്ക് ഫാമിലിയെ നന്നായിട്ട് അറിയാം അല്ലേ? തീർച്ചയായിട്ടും. പെങ്ങളെ വരെ അറിയാം, പെങ്ങളുടെ പേരറിയാം, എല്ലാവരെയും അറിയാം. പിന്നെ സൂചിപ്പിക്കുന്ന ബോബി അച്ഛനെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. അദ്ദേഹം വൈദികനാണെങ്കിലും അദ്ദേഹം നാർസിസ്റ്റ് സ്വഭാവത്തിന് ഉടമയാണെന്നാണ് ഈ ലേഡി വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹം ഒരു വക്കീലും കൂടെയാണ്. അതിൻ്റെതായ എല്ലാ ആധികാരികതയും ഈ കേസിൽ അദ്ദേഹം നടത്തുമെന്നുള്ളതാണ് ലേഡി സൂചിപ്പിക്കുന്നത്. കാരണം ഈ കുടുംബത്തിൽ ഷൈനിയുടെ ഭർത്താവ് നോബി മാത്രമല്ല, ബോബി അച്ഛനും ഇവരുടെ പിതാവായ ബേബി ചേട്ടനും ഷൈനിയുടെ പിതാവും അതുപോലെ തന്നെ നോബിയുടെ സഹോദരനും സഹോദരിയും ഒക്കെ നാർസിസ്റ്റിന് അടിമകളാണെന്നാണ് ഈ ലെറ്ററിൽ വ്യക്തമാകുന്നത്. ഭാവിയിൽ ഷൈനിയുടെ മകനാകാൻ സാധ്യതയുണ്ടെന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതാണ് ലെറ്റർ. നിങ്ങൾ ഇതിൻ്റെ ലെറ്ററിനെ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ ഇതിനകത്തുള്ള അഭിപ്രായങ്ങൾ പറയണം. കാരണം ഇത് കൃത്യമായി പിന്നെ 25 ലക്ഷം രൂപ നോബിയുടെ ഇളയനിയൻ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് എന്നും അത് അങ്ങനെ കൊടുത്തതാണോ അതോ അത് അവൻ നോബിയെ പറ്റി അടിച്ചു മാറ്റിയതാണോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്തു വരാത്ത കഥകളാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ്, ആ കുടുംബത്തെ കൃത്യമായി അറിയാവുന്നതാണ്. ഇവരുടെ നാർസിസ്റ്റ് സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയ സ്ത്രീയാണ്. അപ്പോൾ ഇതിനേക്കാട്ടിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ആ സ്ത്രീ മുന്നിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഈ കാര്യം വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അവർ പറയുന്നുണ്ട്, അവരൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ്. അവർക്കതിന് ഉള്ള അവരുടെ ജീവിതം അങ്ങനെ കളഞ്ഞു കുളിക്കാനും അവർക്ക് നാളെ ട്രെയിനിന് മുന്നിൽ ചാടാനോ താല്പര്യമില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.